അർജന്റീനയുടെ തോൽവി കാത്തിരുന്നവരൊക്കെ ഇപ്പോൾ എവിടെയാണ്? ഇനി അവർക്ക് സുഖമായി വിശ്രമിക്കാം. കാരണം അർജന്റീന സ്വിറ്റ്സർലാൻഡിനെയും പരാജയപ്പെടുത്തി ലോകകപ്പിന്റെ സെമി ഫൈനലിൽ എത്തി നിൽക്കുകയാണ്. നിലവിലെ ചാമ്പ്യന്മാർ കിരീടം വിട്ടു നൽകില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ്. സ്വിറ്റ്സർലാൻഡിനെതിരെ 3-1 വിജയമാണ് അർജന്റീന കരസ്ഥമാക്കിയത്. 10 പേരുമായി പൊരുതിയ സ്വിറ്റ്സർലാൻഡ് എക്സ്ട്രാ ടൈം വരെ മത്സരമെത്തിച്ചു. പക്ഷേ അവിടെ അർജന്റീന താരങ്ങൾ തങ്ങളുടെ മികവ് കാണിച്ചു. മത്സരം ഷൂട്ടൌട്ടിലേക്ക് പോകുമെന്ന് വിചാരിച്ച നിമിഷത്താണ് ജൂലിയൻ അൽവാരസിന്റെ ആ മനോഹരമായ ഗോൾ പിറക്കുന്നത്. പിന്നാലെ 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ലൗത്തറോ മാർട്ടിനസ് വീണ്ടും അർജന്റീനയെ മുന്നിലെത്തിക്കുന്നു. അതിനാൽ തന്നെ സ്വിറ്റ്സർലാൻഡിനെയും കീഴടക്കി അർജന്റീന സെമിയിലേക്ക്. കളിയഴകും പോരാട്ടവീര്യവും ഒരേപോലെ കാഴ്ചവെച്ച് ആൽബി സെലസ്റ്റകൾ വീണ്ടും ലോകത്തോട് പറഞ്ഞു, ഞങ്ങൾ കിരീടവേട്ടയിൽ അതിശക്തരാണ്. മെസ്സിയുടെ മാന്ത്രിക സ്പർശനവും ഓരോ താരത്തിൻ്റെയും ആത്മസമർപ്പണവും ചേർന്നപ്പോൾ ആ സ്വപ്നയാത്രക്ക് വീണ്ടും വേഗമേകുന്നു. 4ാം ലോകകപ്പ് കിരീടത്തിലേക്ക് ഇനി വെറും 2 മത്സരം മാത്രമാണ് അർജന്റീനക്ക് മുന്നിലുള്ളത്. സെമിയിൽ കാത്തിരിക്കുന്നത് 1986 അതേ ആവേശം തന്നെ. തുകൽപന്തിനാൽ കത്രിക പൂട്ടുകളെ ഭേദിച്ച് 39ാം വയസ്സിലും മൈതാനത്ത് വരച്ചിട്ടിരിക്കുന്ന 4 കുമ്മായ വരക്കുള്ളിൽ ലിയോ സർവസന്നദ്ധനാണ്. താങ്ങാൻ കഴിയാത്ത നോവിന്റെ ഭാരവും പേറി ഖത്തറിന്റെ മണ്ണിൽ പറന്നിറങ്ങിയപ്പോൾ ഇനിയും അയാളെ പരീക്ഷിക്കരുതെന്ന് ദൈവത്തോട് 2 കൈകളും കൂപ്പി പ്രാർത്ഥിച്ചതാണ്. ആ സ്വപ്നം സാഫല്യമാകാൻ മെസ്സിയും കൂട്ടരും സ്കലോണിയുടെ മികവിൽ ലോകത്തിന്റെ നെറുകയിലേക്ക് നടന്നു കയറി. കനക കിരീടത്തിനുമേൽ ഒന്ന് തഴുകി തലോടി മെസ്സി ചുംബനം ചാർത്തുന്നൊരു ചിത്രമുണ്ട്. എന്തൊരു മനോഹരമാണല്ലേ! 36 വർഷം നീണ്ട കിരീട വരൾച്ച കരുതി വരുത്തിക്കൊണ്ട് ലിയോയും കൂട്ടരും അറേബ്യൻ മണ്ണിൽ സുവർണകാലത്തെ വരവേൽക്കുമ്പോൾ എല്ലാം കണ്ടുമറന്ന ആരാധകരുടെ കണ്ണിൽ ആനന്ദ കണ്ണീർ തുളുമ്പി. എന്നാൽ ഇതെല്ലാം കണ്ട് അർജന്റീന ആരാധകരുടെ തലയെടുപ്പിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കാരണങ്ങൾ നോക്കി നടക്കുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. മെസ്സി കിരീടം ഉയർത്തിയപ്പോൾ സമനില തെറ്റിയ ഒരു സംഘം. ഇത്രയും കാലം പെസിയാൻ ക്ലബ്ബ് പ്രൊഡക്റ്റ് എന്ന വാക്കുകൾ കൊണ്ടായിരുന്നു അയാളെ എതിരേറ്റത്. തന്നെ പ്രതിരോധിക്കാൻ വരുന്ന എതിർ കളിക്കാരെ ഇടംകാൽ വിസ്മയത്താൽ നിരായുധരാക്കും വിധം അത്തരം വാക്യങ്ങളെ നിരർത്ഥമാക്കി ലയണൽ മെസ്സി മുന്നോട്ട് കടക്കുന്നുണ്ട്. മെസ്സി ആരാധകരുടെ കിരീട കഥകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കാരണം തേടിയവർ ഒടുവിൽ അത് കണ്ടെത്തി. അതെ, ലയണൽ മെസ്സി ഈസ് എ ഫിഫ ബോയ്. കപ്പില്ലാത്തവരും പ്രതാപത്തിന്റെ ബലത്തിൽ പിടിച്ചു നിൽക്കുന്നവരും വാക്കേറ്റത്തിൽ ആ കുറിയ മനുഷ്യന്റെ മഹിമക്ക് മറയിടാൻ ഫിഫ ബോയ് എന്ന വാക്ക് പതിവ് പല്ലവിയായി കൂടെ കൂട്ടി. നിങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അയാൾക്കൊരു കഴിഞ്ഞ കാലമുണ്ടായിരുന്നു. ഇന്റർനാഷണൽ മത്സരങ്ങളിലെ പ്രകടനങ്ങളെ നിങ്ങൾ ക്ലബ്ബ് പ്രൊഡക്റ്റ് എന്ന് വിളിച്ച് പരിഹാസങ്ങളാൽ രസം കൊണ്ടൊരു കാലമുണ്ടായിരുന്നു. എത്ര പെട്ടെന്നാണ് നിങ്ങളുടെ തലച്ചോറ് അത് മറന്നുപോയത്. ഇപ്പോൾ ഇട്ടുകൊട്ടുന്ന വക്തോരങ്ങൾ പോലെ അർജന്റീന കമ്മിറ്റി ടീമാണെങ്കിൽ ലയണൽ മെസ്സി ഫിഫ ബോയ് ആണെങ്കിൽ എന്തുകൊണ്ട് 2014 വേൾഡ് കപ്പ് അർജന്റീനക്ക് നൽകിയില്ല? അന്ന് റിയോ ഡി ജനീറോയിലെ മാറക്കാൻ സ്റ്റേഡിയത്തിൽ അർജന്റീന ആരാധകരുടെ ഉള്ളകം തുളച്ച് മരിയോ ഗോഡ്സ വലകുലുക്കി ജർമ്മനി തങ്ങളുടെ 4ാം കിരീടം കയ്യിലേന്തിയപ്പോൾ ഇപ്പറയുന്ന ഫിഫ എവിടെയായിരുന്നു? കണ്ണീരിൽ കുതിർന്നു നിൽക്കുന്ന ലിയോയുടെ മുഖം ഫിഫക്ക് കാണാനാകില്ലെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്ത് അതങ്ങ് മാറ്റിയെഴുതാമായിരുന്നില്ലേ? കലാശപ്പോരിൽ ജർമ്മൻ ബോക്സിലേക്ക് ഉയർത്തിയ ബോൾ തട്ടിയകറ്റാനായി മുന്നോട്ട് കയറി വന്ന മാനുവൽ നോയർ എന്ന കീപ്പർ പന്ത് പഞ്ച് ചെയ്യുന്നതിനോടൊപ്പം അന്നത്തെ അർജന്റീന സ്ട്രൈക്കറായ ഹിഗ്വയിന്റെ മുഖത്തും തോളിലും ക്രൂരമായി ഇടിച്ചിട്ടതിന് റെഫറി റെഡ് കാർഡോ പെനാൽറ്റിയോ നൽകിയില്ല. അതെന്തുകൊണ്ടായിരുന്നു? ഫിഫയുടെ കമ്മിറ്റി ടീം അർജന്റീനയാണെങ്കിൽ പെനാൽറ്റി നൽകാൻ ഇത്രമേൽ സുവർണ അവസരം ലഭിച്ചിട്ടും അതിലേക്ക് മുഖം തിരിക്കാൻ റെഫറി മടിച്ചത് എന്തിന്റെ പേരിലായിരുന്നു? റെഫറി എടുത്ത ഡിസിഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഹിഗ്വയിനാണ് ഗോൾ കീപ്പർ മാനുവൽ നോയറിനെ ഫൗൾ ചെയ്തതെന്നായിരുന്നു അയാളുടെ വാദം. അത് മുൻനിർത്തി ജർമ്മനിക്ക് ഒരു കിക്ക് വിധിച്ചു. ഇതേ ലോകകപ്പിൽ തന്നെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇറാനെതിരെയുള്ള മത്സരത്തിനിടെ അർജന്റീന താരം പാബ്ലോ സബല്ലേറ്റയെ ഇറാൻ ഡിഫൻഡർ ബോക്സിനുള്ളിൽ വെച്ച് വീഴ്ത്തുന്നുണ്ട്. 100% പെനാൽറ്റിയാകേണ്ട ഫൗളായിരുന്നു അത്. പക്ഷേ റെഫറി കണ്ടില്ലായിരുന്നു. ഒടുക്കം മെസ്സിയുടെ ഒരു ഗോളിലാണ് ആ മത്സരത്തിൽ അർജന്റീന രക്ഷപ്പെട്ടത്. പിന്നീട് ഒരിക്കൽ ജർമ്മൻ ഇതിഹാസം ലോത്തർ മാറ്റോസ് ഇങ്ങനെ പറയുകയുണ്ടായി, അന്ന് ഫൈനലിൽ അർജന്റീനയാണ് ജയിക്കേണ്ടിയിരുന്നത്. പക്ഷേ മാനുവൽ നോയർ ചെയ്ത ഫൗളിന് റെഫറി അവർക്ക് പെനാൽറ്റി നൽകിയില്ല. ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്.
സ്വന്തം രാജ്യം കിരീടമുയർത്തിയിട്ടും ഒരു ഇതിഹാസ താരം ഇങ്ങനെ പറയുന്നതെങ്കിൽ എന്ത് ബോധ്യത്തിന്റെ പേരിലാണ് ഫിഫയെല്ലാം അർജന്റീനയ്ക്ക് വേണ്ടി ഒരുക്കിയതാണെന്ന് നിങ്ങൾ പറയുന്നത്? 2010 ജർമ്മനിയോട് 4-0 പരാജയപ്പെട്ട് തലതാഴ്ത്തി മടങ്ങിയപ്പോഴും 2014 ഫൈനലിൽ ഗോഡ്സ് അവതരിച്ച അർജന്റീനയ്ക്ക് കയ്യകലത്തിൽ കിരീടം നഷ്ടമായപ്പോഴും 2018 റഷ്യൻ മണ്ണിൽ വെച്ച് ഫ്രാൻസിന് മുന്നിൽ അടിപതറിയപ്പോഴും നിങ്ങൾ പറയുന്ന ഫിഫ എവിടെയായിരുന്നു? ഇന്ന് ഫിഫ ബോയ് എന്ന് വിളിക്കുന്ന മെസ്സി അർജന്റീന ടീമിൽ അന്ന് ഉണ്ടായിരുന്നില്ലേ? മറന്നു പോകരുത് കഴിഞ്ഞു പോയ ആ പ്രതാപകാലം. ഫിഫയെ സ്വാധീനിച്ചെടുക്കുന്നവർക്ക് എന്തുകൊണ്ട് കോൺമബോൾ വളച്ചെടുക്കാൻ സാധിക്കുന്നില്ല? 2007 ബ്രസീലിനോട് തോറ്റ അർജന്റീനയെ ഓർമ്മയില്ലേ? 2015-ലും 16-ലും ചിലിയൻ പോരാളികൾക്ക് മുമ്പിൽ കനത്ത നിരാശയും താങ്ങി കരഞ്ഞു കലങ്ങിയ കണ്ണുമായി കളം വിട്ട ലയണൽ മെസ്സി പടയെ നിങ്ങൾ മറന്നു തുടങ്ങിയോ? കെട്ടണഞ്ഞു എന്ന് തോന്നിയ ഒരു കനലിൽ നിന്ന് തീകോളം പോലെ ആളിക്കത്തുമ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് വന്നേക്കാം. അത് സർവ്വസാധാരണമാണ്. പക്ഷേ പതിയെ പതിയെ നിങ്ങൾ പാകപ്പെടുത്തിയെടുക്കണം. പെനാൽറ്റിയുടെ മികവിലാണ് 2022 ഖത്തർ വേൾഡ് കപ്പ് കൈയടക്കിയതെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? മെസ്സി ആയതുകൊണ്ടാണ്, ലയണൽ മെസ്സിയുടെ അർജന്റീന ആയതുകൊണ്ടാണ് അന്ന് ഫൈനലിൽ കപ്പുയർത്തിയത്. അർജന്റീന ഒഴികെ മറ്റ് ടീമുകൾ പരാജയത്തിൻ്റെ കര താണ്ടിയാൽ അത് കംബാക്കാണ്. അതേ സ്ഥാനത്ത് അർജന്റീന അവതരണം കൊണ്ടാൽ അത് ഫിഫ സ്ക്രിപ്റ്റഡാണ്. ഫിഫയുടെ ആനുകൂല്യം മെസ്സിയെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ മെസ്സിയുടെ റേഞ്ച് ഏത് ലെവലിലേക്കാണ് എത്തേണ്ടത്? ഇപ്പോഴേ അയാൾ അസാധ്യനായി തുടരുമ്പോൾ അതിനപ്പുറത്തേക്കൊന്ന് ആലോചിച്ചു നോക്കൂ. അല്ലെങ്കിലും ഒരു പാപ്പരാസി സമ്പന്നനായാൽ ആളുകൾക്ക് പറയാൻ 100 കാരണങ്ങളുണ്ടാകും. അയാളുടെ കഠിനാധ്വാനമൊന്നും ആരും കാണില്ല. വളഞ്ഞ വടി പിടിച്ച് കയറി വന്നവനാണെന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. 2026 ലോകകപ്പിൽ ഒരു മങ്ങലുമില്ലാതെ മിഷിഹ സംഹാര താണ്ഡവമാടുമ്പോൾ അന്ന് ക്ലബ്ബ് പ്രൊഡക്റ്റ് എന്ന് വിളിച്ചവർ ഇന്ന് ഫിഫ ബോയ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉത്തരമുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന വാക്യം പോൽ അവർ അതിന് ഉദാഹരണങ്ങളാക്കുന്നു. ഈജിപ്തിനെതിരെയുള്ള മത്സരത്തിലെ റഫറിംഗ് വളരെ കൃത്യമായിരുന്നുവെന്ന് പറയാൻ എനിക്കാവില്ല. പലയിടങ്ങളിലും അദ്ദേഹത്തിന് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ അതൊരു ടീമിന് മാത്രം അനുകൂലമല്ലായിരുന്നു. എങ്കിൽ റഫറിങ്ങിൽ പിറന്നതാണോ മെസ്സിയുടെ ഗോളും ആ അസിസ്റ്റും? അല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. അതയാൾ കളിച്ചു നേടിയതാണ്. അർജന്റീന അവസാനമായി അടിച്ച 3 ഗോളുകളും അവർ കളിച്ചു നേടിയതാണ്. അത് കംബാക്കാണ്, അല്ലാണ്ട് സ്ക്രിപ്റ്റ് അല്ല. ലയണൽ മെസ്സി എന്തൊക്കെ തന്നെയായാലും 2026 വേൾഡ് കപ്പിൽ നിറഞ്ഞാടുകയാണ്. ആദ്യ മത്സരത്തിൽ അൾജീരിയക്കെതിരെ എണ്ണം പറഞ്ഞ 3 ഗോളുകളോടെ ഹാട്രിക് തികച്ചാണ് അയാൾ ആ മത്സരത്തിൽ നിന്ന് പടിയിറങ്ങിയത്. രണ്ടാം മത്സരത്തിൽ ഒരു പെനാൽറ്റി നഷ്ടപ്പെടുത്തിയപ്പോൾ അയാളെ പരിഹസിക്കാത്തവർ ഇല്ലായിരുന്നു. പക്ഷേ പിന്നീട് 2 ഗോളുകളടിച്ച് അയാൾ വിമർശകർക്ക് മറുപടി കൊടുത്തതാണ്. മൂന്നാം മത്സരത്തിൽ ജോർദാനെതിരെ അയാൾ പകരക്കാരുടെ ബെഞ്ചിലായിരുന്നു. എന്നാൽ മത്സരത്തിൽ അർജന്റീന വിജയിച്ചു നിൽക്കുമ്പോൾ പകരക്കാരുടെ ബെഞ്ചിൽ നിന്ന് അയാൾ മൈതാനത്തേക്ക് ഇറങ്ങി. പിന്നീട് ഒരു മനോഹരമായ ഫ്രീ കിക്ക് ഗോളിലൂടെ ആ മത്സരത്തിലും അയാൾ തൻ്റെ വേട്ട തുടരുകയായിരുന്നു. പിന്നീട് റൗണ്ട് ഓഫ് 32-വിൽ കേപ്പ് വെർഡെക്കെതിരെയും പ്രീ ക്വാർട്ടറിൽ ഈജിപ്തിനെതിരെയും അയാൾ തൻ്റെ ഗോൾ വേട്ട തുടരുന്നുണ്ട്. ഇയാളിത് എന്തൊരു മനുഷ്യനാണ്! സത്യം പറഞ്ഞാൽ ഇയാളുടെ കളി കാണുമ്പോൾ ഇയാൾക്ക് 39 വയസ്സാണെന്ന് പറയത്തില്ല. അജാതി കളിയാണ് ലയണൽ മെസ്സി ഈ 39-ാം വയസ്സിലും കാഴ്ചവെക്കുന്നത്. പല യുവതാരങ്ങളും അഴിഞ്ഞാടാൻ പോകുന്ന വേൾഡ് കപ്പ് എന്നായിരുന്നു പലരും ഈ വേൾഡ് കപ്പിന് മുമ്പ് പറഞ്ഞു പോയത്. എന്നാൽ 39 വയസ്സുള്ള ഒരു യുവതാരമാണ് ഇന്ന് ഈ വേൾഡ് കപ്പിൽ നിറഞ്ഞാടുന്നത്. ഇന്നിതാ സ്വിറ്റ്സർലാൻഡിനെതിരെയും ലയണൽ മെസ്സി തൻ്റെ ഗോൾ വേട്ട തുടരുകയാണ്. അർജന്റീനയും ലയണൽ മെസ്സിയും മുന്നോട്ട് കുതിക്കുകയാണ്. എന്തൊരു മനോഹരമായ യാത്രയാണല്ലേ ഇത്! സത്യം പറഞ്ഞാൽ അർജന്റീന എവിടെ നിർത്തിയോ അവിടെ നിന്ന് വീണ്ടും തുടങ്ങുകയാണ്. ഇനി നിങ്ങൾ ഫൈനലിൽ അർജന്റീനയെ കാത്തിരുന്നോളൂ. എതിരാളികൾ ആരായാലും ശരി, അർജന്റീന ഇത്തവണ 2 കൽപ്പിച്ചാണ്.